ഒന്ന് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായില്ല. 5 വർഷക്കാലം അവർക്ക് കൊണ്ടുനടക്കേണ്ടി വന്നു തന്നെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ അല്ലേ, ഏറ്റവും വലിയ ദൗർഭാഗ്യമല്ലേ. എന്നിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് വളരെ ലൈറ്റായിട്ട് ലാഘവത്തോടെ കാണുക. ഇന്നലെ ഞാൻ കേട്ടോ ഹർഷീനയുടെ പ്രതികരണങ്ങൾ. 4 കൊല്ലമായിട്ടും അവർക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, വലിയ കാര്യങ്ങളാണോ? ഒരാൾക്ക് പ്രയാസമുണ്ടായി, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി, ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ടായി, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് ശക്തമായ നടപടിയെടുത്ത് പരിഹാരം കാണുന്നതിന് പകരം ലാഘവത്തോടെ കാണുന്ന ഈ സമീപനം ഉണ്ടല്ലോ, അത് വളരെ അങ്ങേയറ്റത്തെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ? ഇതൊക്കെ നമുക്ക് നമ്മളും ജീവിക്കുന്നത് ഈ സമൂഹത്തിലല്ലേ, ഇങ്ങനെയൊക്കെ കേട്ടോണ്ടിരിക്കാൻ പറ്റൂ? വയറ്റിലത് 10 കൊല്ലം ഇരുന്നാലും 20 കൊല്ലം ഇരുന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ന്യായീകരണമാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ ഉപകരണങ്ങളും മെഡിക്കൽ ശസ്ത്രക്രിയ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം വയറ്റിലോട്ട് പോക്കട്ടെ എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇത് കണ്ടെത്തിയതിന് ശേഷവും ഒരു അടിയന്തര നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല അത് പുറത്തു പറയരുത് എന്നുള്ളതാണ്. ഇന്നലെ സംഭവിച്ചത് രാവിലെ പോയിട്ട് കണ്ടെത്തി കഴിഞ്ഞു. അതിനെ ഗൗരവതരത്തിൽ വാർ ഫൂട്ടിംഗ് ലെവലിൽ കൈകാര്യം ചെയ്ത് അടിയന്തരമായിട്ടും അവരെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്നതിന് പകരം ഇതൊന്നും ആരോടും പറയരുത്, ഒളിച്ചു വെക്കുന്ന സമീപനമാണ് ആശുപത്രി അധികൃതരും സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തന്നെ ഒരു പിന്നെ നുണയുടെ പര്യായമായിട്ട് സർക്കാർ മാറിയുള്ള തെളിവല്ലേ അത്? കാരണം ഉള്ള സത്യങ്ങളെ മൂടി വെക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമല്ലേ അത്? നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിലല്ലേ കാര്യം ഇരിക്കുന്നത്. അത് സമ്പൂർണ്ണ പരാജയമാണെന്ന് തെളിയിച്ചതല്ലേ. നമ്മളെല്ലാം സെക്രട്ടറി കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്നലെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ചികിത്സാ പിഴവിനെ കുറിച്ചായിരുന്നു വേണുഗോപാൽ സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.